Welcome to Fluid Mechanics and Hydraulics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രോഡ് ക്രസ്റ്റഡ് വയറിൻ്റെ ഡിസ്ചാർജ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ so far we have seen what is rectangular notch, triangular notch, trapezoidal notch and Cipollati wire. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ what we mainly focused is discharge with നമുക്ക് ആ നോച്ചിൻ്റെ ലെങ്ത് അറിയായിരുന്നു, അല്ലെങ്കിൽ വിഡ്ത്ത് അറിയായിരുന്നു, പിന്നെ ഡെപ്ത് ഓഫ് വാട്ടർ അറിയായിരുന്നു. ഈ രണ്ട് കേസ് മാത്രമായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. അതായത് ഈ ഒരു സൈഡ് വ്യൂവിലുള്ള ഈ ഡയമെൻഷൻ മാത്രമായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. നമ്മൾ ഒരിക്കലും ഈ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ സിൽ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ടില്ല, ഈ സിൽ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ടില്ല. ദർ ആർ ചാൻസസ് വേർ വി ക്യാൻ ഹാവ് എ വെരി തിൻ സിൽ, അതേപോലെ നല്ല ലെങ്ത് ഉള്ള സില്ല് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സിൽ അല്ലെങ്കിൽ ക്രസ്റ്റ്. അങ്ങനെ നല്ല ലെങ്ത് ഉള്ള വിഡ്ത്ത് ഉള്ള ഒരു സില്ലിലെ വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രോഡ് ക്രസ്റ്റഡ് വെയർ. കണ്ടീഷൻ ഉണ്ട്, ഇഫ് ദ സിൽ വിഡ്ത്ത് അല്ലെങ്കിൽ സിൽ ക്രസ്റ്റ് ലെങ്ത് അത് എടുക്കുക 12 if it is greater than h. 12 is greater than h. What is L? L is width of that crust. ആ ക്രസ്റ്റിന്റെ വിഡ്ത്തിന്റെ ഡബിൾ ഹെഡ് ഓഫ് വാട്ടറിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമുക്ക് അതിനെ ബ്രോഡ് ക്രസ്റ്റഡ് വെയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്തിട്ട് ബ്രോഡ് ക്രസ്റ്റഡ് വെയർ എന്ന് പറയുള്ളൂ. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ചാർജിന്റെ ഇക്വേഷൻ നോക്കണം. അതല്ല 12 is less than h ആണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തെല്ലാം അതിൽ പെടുന്നതാണ്. അതിനെ നമ്മൾ സിംപ്ലി നാരോ ക്രസ്റ്റഡ് വെയർ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഒരു ബ്രോഡ് ക്രസ്റ്റഡ് വെയർ, ആ ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൽ സപ്പോസ് ഇഫ് ദിസ് ഈസ് ദ ഫ്ലോ ഒക്കറിംഗ് പോർഷൻ, ഇത് അപ്സ്ട്രീം നിന്ന് മെല്ലെ ഒഴുകി ഡൗൺ സ്ട്രീമിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബ്രോഡ് ക്രസ്റ്റഡ് വെയറിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡിസ്ചാർജ്, എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ചാർജ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇനി നോക്കാം. സോ വി ഹാവ് എ ബ്രോഡ് ക്രസ്റ്റഡ് വെയർ of which water flows in this direction. അപ്പോൾ ഈ വാട്ടർ ഇങ്ങനെ വന്ന് ഇത്രയും വലിയൊരു ക്രസ്റ്റിലേക്കൂടെ പോകുമ്പം ആദ്യം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് സ്റ്റോറേജ് ഓവർ ഹിയർ. അപ്പോൾ ഇവിടുന്ന് സ്റ്റോർ ചെയ്ത് ഈ ഒരു ഹൈറ്റ് കഴിഞ്ഞ് സ്ലോലി ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ. അപ്പോൾ ഇത്രയും ഒരു പോർഷനിലേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വന്ന് ഈ ഒരു സിൽ പോർഷൻ കഴിയുമ്പോഴാണ് ദിസ് വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ ഡൗൺവേർഡ് വിത്ത് എ വെലോസിറ്റി v. അപ്പോൾ ഇൻ കമ്പാരിസൺ ടു ദിസ് വെലോസിറ്റി നമുക്ക് എപ്പോഴും പറയാം ഇവിടെയുള്ള വെലോസിറ്റി 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ അപ്സ്ട്രീം ഡയറക്ഷനിലെ ഡെപ്ത് ഓഫ് വാട്ടർ അബവ് ദിസ് സിൽ, ഈ സില്ലിന് അബവ് ഉള്ളത് ഞാൻ ക്യാപിറ്റൽ H എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൺ ദിസ് സിൽ ആൻഡ് ഡൗൺ സ്ട്രീം, ഈ സില്ലിന് കമ്മിലുള്ള ഹൈറ്റ് ഓഫ് വാട്ടർ സ്മോൾ h എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് അറ്റ് ലെവൽ 1 and 2 വിത്ത് റെസ്പെക്ട് ടു ലെവൽ 1 and 2 ഞാൻ ബെർണോളിസ് ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അപ്സ്ട്രീം സൈഡിൽ ഒരു പോർഷൻ എടുത്തു, അത് ഞാൻ സെക്ഷൻ 1 ആയിട്ട് കൊടുത്തു. ഈ ബ്രോഡ് ക്രസ്റ്റഡ് വെയറിന്റെ മുകളിലുള്ള ഒരു പോർഷൻ എടുത്തു, അത് ഞാൻ സെക്ഷൻ 2 ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടിന്റെ ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? Bernoulli's equation apply ചെയ്യാൻ പോകണം. So applying Bernoulli's equation, for that purpose what is Bernoulli's equation? P by rho g plus v square by 2g plus z is equal to constant. Pressure head plus velocity head plus datum head is equal to constant. ഞാൻ ഈ സില്ലാണ്, ഈ ക്രസ്റ്റ് ആണ് ഡാറ്റമായിട്ട് എടുക്കുന്നത്. അപ്പോൾ സെക്ഷൻ 1-ലായാലും സെക്ഷൻ 2-ലായാലും z വാല്യൂ എത്രയാവും? 0 ആവും. ഓക്കെ, നൗ ഇവിടെ v വാല്യൂ 0 ആണ്, ഇവിടെ v വാല്യൂ v തന്നെയാണ്. P by rho g, പ്രഷർ ഹെഡ് എന്താണ്? അപ്സ്ട്രീം സൈഡിൽ ക്യാപിറ്റൽ H ആണ്, ഡൗൺ സ്ട്രീം സൈഡിൽ സ്മോൾ h ആണ്. So over here if I apply Bernoulli's equation, applying Bernoulli's equation, okay, the equation becomes first at section 1 h plus 0 is equal to small h plus v square by 2g plus 0. അതിൽ നിന്ന് v square by 2g എടുത്തു കഴിഞ്ഞാൽ v square by 2g is equal to h minus h. This implies v is equal to root of 2g into h minus h കിട്ടും. Let this be equation 1. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്ചാർജ് ഓവർ എ ബ്രോഡ് ക്രസ്റ്റഡ് വെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സോ ഫോർ ഡിസ്ചാർജ് വാട്ട് ഈസ് ദ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ ഫോർ എ ഡിസ്ചാർജ് q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി കൊടുക്കുക അല്ലേ? ആക്ച്വൽ ഡിസ്ചാർജ് അറിയണമെങ്കിൽ ഇൻറ്റു കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കൊടുക്കുക. സോ യൂസിങ് ദിസ് ഇക്വേഷൻ, ഓൺ ദിസ് ഇക്വേഷൻ പുട്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി. ഓക്കെ, അപ്പം ക്യൂവിൽ നമ്മൾ സി ഡി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇത് കൊടുക്കുക. just put that value. ഇനി ഏരിയ, what is the area over the broad crested wire? Broad crested wire എന്ന് പറയുമ്പോൾ complete length of the crust എടുക്കണം. So area will be equal to a complete length of water
ഈ L എടുക്കണം, പിന്നെ ബാക്കി വാട്ടർ ഏതാണ്, ഈ ഹൈറ്റ് ഓഫ് വാട്ടറും കൂടി എടുക്കണം. സോ ദാറ്റ് വിൽ ബി ദ ടോട്ടൽ ഏരിയ ഓഫ് വാട്ടർ. സോ L ഇൻറ്റു എച്ച് ആയിരിക്കും ഏരിയ. അപ്പോൾ അത് അത്ര ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയും എയും ഏരിയയും രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് സി ഡി ഇൻറ്റു L ഇൻറ്റു എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് 2g ഇൻറ്റു എച്ച് മൈനസ് എച്ച്. അഗെയിൻ ഈ എച്ച് ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എടുക്കുക, റൂട്ടിൻ്റെ അകത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. Q ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു എൽ ഇൻറ്റു റൂട്ട് ഓഫ് 2g ഇൻറ്റു എച്ച് സ്ക്വയർ. എച്ച് റൂട്ടിൻ്റെ അകത്തേക്ക് എടുക്കുമ്പോൾ എച്ച് സ്ക്വയർ ആയി മൈനസ് എച്ച് ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്ചാർജ് ഓവർ എ ബ്രോഡ് ക്രസ്റ്റഡ് വെയർ. പക്ഷെ എപ്പോഴും നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ മിക്കവാറും വരുന്നത് വാട്ട് ഇസ് ദ മാക്സിമം ഡിസ്ചാർജ് ഓവർ എ ബ്രോഡ് ക്രസ്റ്റഡ് വെയർ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ എപ്പോഴായിരിക്കും മാക്സിമം ഡിസ്ചാർജ് സംഭവിക്കാൻ. വിൽ ദിസ് വാല്യൂ കോഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് വിൽ ചേഞ്ച് ഫോർ എ വെയർ? ഇല്ല, ഇതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല, ഇത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ലെങ്ത് ഓഫ് എ ബ്രോഡ് ക്രസ്റ്റഡ് വെയർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, ആ പെർട്ടിക്കുലർ വെയറിന് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അഗെയിൻ ജി വാല്യൂ മാറുമില്ല, നമുക്ക് ആകെ മാറാൻ പറ്റുന്ന വാല്യൂ ഏതാണ്, അത് ഇതാണ്. സോ ഇഫ് ക്യൂ ഹാസ് ടു ബി മാക്സിമം, ക്യൂ മാക്സിമം ആവണമെങ്കിൽ ഏത് മാക്സിമം ആവണം? h into h square minus h cube should be maximum. Okay, so for a quantity to be maximum, first derivative of the same should be equal to 0. That means derivative of h square minus h cube with respect to h, this should be equal to 0. അപ്പോൾ ഈ ഡെറിവേറ്റീവ് എടുത്തു നോക്ക്, ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് h with respect to capital H നമുക്ക് കിട്ടും. ഓക്കെ, ആ എച്ച് വാല്യൂ സപ്പോസ് എച്ചിന് എത്ര കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം കണ്ടീഷനാണ്, മാക്സിമം ഡിസ്ചാർജ് കണ്ടീഷനാണ്, അത് ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കിട്ടും. സോ ലെറ്റ് us see what is the derivative of this one. So derivative of h square will be equal to h into derivative of h square, so 2h minus what is derivative of h cube, 3h square. This is equal to 0. So deleting common variables. Okay, so again this will reduce into 2h is equal to 3h, or this implies h is equal to 2 by 3h. ഇത് എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിലേക്ക് ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻറ്റു ഇക്വേഷൻ 2. അപ്പോൾ നമുക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. So let us substitute over there. So Qmax will be equal to CD into L into root of 2g into h into h square ന് പകരം എന്ത് കൊടുക്കണം, 2h by 3 whole square minus h cube പകരം എന്ത് കൊടുക്കണം, 2h by 3 whole cube. Okay, again simplifying this equation, we get this one as CD into L into root of 2g into h into 4h square by 9 minus 8h cube by 27. ഇവിടെ h square into h again എന്ത് ചെയ്യും, h cube ആവും. Okay, so again this can be simplified as CD into L into root 2g into root of common term ആയിട്ട് 27 എടുത്തു കഴിഞ്ഞാൽ 12h cube minus 8h cube divided by 27 കിട്ടും. Okay, again simplifying, ഈ simplify ചെയ്യുമ്പോൾ now put g is equal to 9.81 എന്ന് ഇട്ട് കൊടുക്കുക. ബാക്കി ഇതെല്ലാം simplify ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ 1.705 CD into L into root of h cube കിട്ടും. Or I can say Qmax is equal to 1.705 CD into L into h raised to 3 by 2. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം, നമുക്ക് എപ്പോഴും ന്യൂമറിക്കൽസ് വരുമ്പോൾ വാട്ട് ഇസ് ദ മാക്സിമം ഡിസ്ചാർജ് ഓഫ് എ ബ്രോഡ് ക്രസ്റ്റഡ് വെയർ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇക്വേഷൻ എന്തായാലും തറവായിരിക്കണം. സോ ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൽ ആദ്യം ബെർണോളിസ് ഇക്വേഷൻ എടുക്കുക, അതിൽ നിന്ന് വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, കീപ്പിംഗ് ഏരിയ ഈക്വൽ ടു എൽ ഇൻറ്റു എച്ച്. അതിനുശേഷം മാക്സിമം കണ്ടീഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക,
നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് എച്ച് ഈക്വൽ ടു 2/3 എച്ച് എടുക്കുക. അതിനുശേഷം ക്യൂവിൻ്റെ ഇക്വേഷനിൽ കൊടുത്ത് ക്യൂ മാക്സ് ഈക്വൽ ടു 1.705 സി ഡി ഇൻറ്റു എൽ എച്ച് റേസ് ടു 3/2 എന്ന് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഡിസ്ചാർജ് ഓവർ സബ്മേഴ്സ്ഡ് വെയർ ഓർ ഡ്രോൺഡ് വെയർ ആണ് നോക്കാൻ പോകുന്നത്. So in this figure you can see a submerged weir. അപ്പോൾ submerged weir എന്താണെന്ന് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ ഡെപ്ത് ഓഫ് വാട്ടർ ഈ സെല്ലിൽ നിന്ന് എച്ച് എന്ന ഹൈറ്റിലാണുള്ളത്. ഓക്കെ, ഈ സെല്ലിൽ നിന്ന് എച്ച് എന്ന ഹൈറ്റിൽ, ക്യാപിറ്റൽ എച്ച് എന്ന ഹൈറ്റിലാണ് അപ്സ്ട്രീമിലുള്ളത്. ഡൗൺ സ്ട്രീമിലാണെങ്കിൽ തന്നെ നമ്മൾ ഇത്ര നാളും എല്ലാം ഡൗൺ സ്ട്രീമിൽ ക്രസ്റ്റിൻ്റെ മുകളിലേക്കൂടെ താഴേക്ക് വീഴുന്ന രീതിയിൽ വെലോസിറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ സബ്മേഴ്സ്ഡ് കണ്ടീഷനിലാണ്. ഡൗൺ സ്ട്രീമിൽ ആ വാട്ടർ സബ്മേഴ്സ്ഡ് കണ്ടീഷനിലാണ്. ഒരു സ്പെസിഫിക് ഹെഡ് നമുക്ക് ആ സില്ലിന് ശേഷവും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ സബ്മേഴ്സ്ഡ് വെയറിൽ ഡൗൺ സ്ട്രീം സൈഡിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ആ ഹെഡ് പറയുന്നത് സ്മോൾ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫുള്ളി സബ്മേഴ്സ്ഡ് ആൻഡ് വാട്ടർ ആയിട്ടുള്ള വെയറിന് നമ്മൾ ഡ്രോൺഡ് വെയർന്ന് അല്ലെങ്കിൽ സബ്മേഴ്സ്ഡ് വെയർ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു സബ്മേഴ്സ്ഡ് വെയറിന്റെ ഡിസ്ചാർജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ രണ്ട് പോർഷൻ ആയിട്ടാണ് എടുക്കുന്നത്. സോ ആ രണ്ട് പോർഷൻ സെപ്പറേറ്റ് ആയിട്ടും ഡിസ്ചാർജ് കണ്ടുപിടിച്ചതിന് ശേഷം ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, Q is equal to Q1 plus Q2. ഇതിൽ Q1 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഈ ഇവിടെ കണ്ടുള്ള അപ്സ്ട്രീമിൽ ഈ ഒരു ഹൈറ്റിൽ വാട്ടർ ഉണ്ട്. പക്ഷെ വൺസ് ഇറ്റ് പാസ് ഓവർ ദ സബ്മേഴ്സ്ഡ് വെയർ ഇവിടെ ഒരു ഡിപ്പ് നടക്കുന്നുണ്ടല്ലേ, ആ ഡിപ്പ് വരെയുള്ളത് ഒരു പോർഷൻ ആയിട്ട് എടുക്കും. അതായത് ഈ വാട്ടർ ഇവിടുന്ന് ഫോളോ ചെയ്ത് ഇങ്ങനെ വീഴുന്നത് ഇതൊരു പാർട്ടായിട്ട് എടുക്കും. രണ്ടാമത്തത് ഈ ഡ്രോൺ ചെയ്ത് പോകുന്നത് നമ്മൾ ഈ സെയിം ഡെപ്ത് സ്മോൾ എച്ച് ആയിട്ട് പോകുന്നത് ഇത് രണ്ടാമത്തെ പോർഷൻ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ Q1 is discharge over upper portion. Okay, and Q2 is discharge through drawned portion. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് Q1 ഉം Q2 ഉം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് Q1 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വാട്ടർ കാണാം. ആ ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് നിന്ന് ഇങ്ങനെ വാട്ടർ വന്ന് ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നോർമൽ റെക്ടാങ്കുലർ നോച്ചിൽ എങ്ങനെയാണോ വാട്ടർ ഫോളോ ചെയ്യുന്നത് അതേ പാറ്റേൺ ആണ് ഇവിടെ വരുന്നത്. സോ നമുക്ക് ആ റെക്ടാങ്കുലർ നോച്ചിൻ്റെ ഇക്വേഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്യാം. അങ്ങനെയാണ് Q1 will be equal to 2/3 CD1 into √2G L H raised to 3/2 ആണ്. ഇവിടെ H അല്ല, ഈ ഫോളോ ചെയ്യുന്ന ഈ ഒരു ഹൈറ്റ് ആണ്. ഈ ഫോളോ ചെയ്യുന്ന ഈ ഒരു ഹൈറ്റ് ആണ് ഡെപ്ത് ഓഫ് വാട്ടർ. ആ ഹൈറ്റ് എത്രയാണ്? ക്യാപിറ്റൽ H മൈനസ് സ്മോൾ എച്ച്. സോ H മൈനസ് H പവർ 3/2. അതാണ് ഫസ്റ്റ് ഡിസ്ചാർജ് ഓവർ അപ്പർ പോർഷൻ. ഇനി സിമിലർലി വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഡിസ്ചാർജ് ത്രൂ ദി ഡ്രോൺഡ് പോർഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്ചാർജ് ത്രൂ ഡ്രോൺഡ് പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സബ്മേഴ്സ്ഡ് വെയറിൻ്റെ അതേ സിറ്റുവേഷൻ എടുക്കുക, ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൻ്റെ അതേ സിറ്റുവേഷൻ എടുക്കാൻ പോവുകയാണ്. സോ ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൽ നമ്മൾ ഡിസ്ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? CD ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അതേ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ CD2 ഇൻറ്റു വാട്ട് ഈസ് ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു L ഇൻറ്റു H ആണ് ഇൻറ്റു വെലോസിറ്റി എന്താണ്? √2G ഇൻറ്റു ഫുൾ ഇനീഷ്യൽ ഹൈറ്റ് മൈനസ് ഫൈനൽ ഹൈറ്റ്. സോ H മൈനസ് H. ഇങ്ങനെയാണല്ലോ നമ്മൾ ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൽ വെലോസിറ്റി ഡിസ്ക്രൈബ് ചെയ്തത്. അതേ രീതിയിൽ ഇവിടെ എടുക്കുക. സോ ഓൾ ടുഗദർ ഡിസ്ചാർജ് ത്രൂ എ സബ്മേഴ്സ്ഡ് വെയർ Q will be equal to 2/3 CD1 √2G L into H minus H whole power 3/2 plus CD2 into L into H into root of 2G into H minus H. ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് ത്രൂ എ സബ്മേഴ്സ്ഡ് വെയർ. അപ്പോൾ ഇതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ സബ്മേഴ്സ്ഡ് വെയറിൽ നമ്മൾ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പോർഷൻ ആയിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തേത് ആ ഫ്രീ ഫോളിംഗ് പോർഷൻ, അത് ഇക്വേഷൻ Q1 ആയിട്ട് എടുക്കുന്നു. രണ്ടാമത് ആ ഡ്രോൺ ചെയ്ത് പോകുന്ന പോർഷൻ, കണ്ടിന്യൂസ് ആയിട്ട് സെയിം വാട്ടർ ഡെപ്തിൽ പോകുന്ന പോർഷൻ Q2 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഡിസ്ചാർജ് ഓവർ ദ അപ്പർ പോർഷൻ നമ്മൾ റെക്ടാങ്കുലർ ചാനൽ ആയിട്ടാണ് എടുക്കുന്നത്. 2/3 √2G L H മൈനസ് H പവർ 3/2 ആയിട്ട് എടുക്കുന്നു.
ഡ്രോൺഡ് പോർഷൻ നമ്മളൊരു ബ്രോഡ് ക്രസ്റ്റഡ് വെയർ ആയിട്ടാണ് എടുക്കുന്നത്. സോ Q2 is equal to CD2 into L into H into root of 2G into H minus H ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് രണ്ടും കൂടി ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? നമുക്ക് സബ്മേർജ്ഡ് വെയറിൻ്റെ ഡിസ്ചാർജ് കിട്ടുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൻ്റെയും സബ്മേർജ്ഡ് വെയറിൻ്റെയും ന്യൂമറിക്കൽസ് നോക്കാം.